ഇത് പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൽ കൊടുക്കാൻ മനോഹരമായ 3 നല്ല തങ്ക കുടം പോലെയുള്ള പൊറോട്ടകൾ. അങ്ങനെ എന്ത് രസമുണ്ട് നിങ്ങളെ കാണാൻ. 1 2 3 കണ്ട. ഇതിനെ പൊറോട്ട എന്നൊന്നും വിളിക്കാൻ പറ്റൂല. സമ്മാനം കൊടു ഇങ്ങോട്ട്. ഫെമിക്ക് ലഭിക്കുന്നത് 75,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മളെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തങ്കക്കുടങ്ങൾക്ക് വരാപ്പുഴക്കാർക്ക് വേണ്ടി നമ്മളൊരു ചോദ്യമുണ്ട്, അതിനൊപ്പം തന്നെ ഒരു സമ്മാനമുണ്ട്. അതെ. മഞ്ജുവിന്റെ പ്രധാന ശത്രു ആരാണ്? ഉത്തരം ഗോപാൽജി കറക്റ്റ് ആണ്. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പരമ്പരകളും മുടങ്ങാതെ കാണുന്ന നമ്മുടെ +2 കാരന് വേണ്ടി ഇതാ നമ്മുടെ കോൺസ്റ്റബിൾ മഞ്ജു നന്ദികേശം ഹെയർ ഓയിൽ കൊടുക്കുകയാണ്. അതായത് ലാസ്റ്റ് ഗെയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ 6th ലെവലിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1,05,000 രൂപയാണ്. ഫെമി ജയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ 5ാമത്തെ ലെവലിൽ നമ്മൾ ക്വിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു ലോട്ട് കൊണ്ടുവരും. ആ ലോട്ടിൽ 2 സമ്മാനങ്ങൾ ഉണ്ടാവും. ഒന്ന് ഈ പറഞ്ഞ 20,000 രൂപയുടെ സമ്മാനവും, മറ്റേത് 5,000 രൂപയുടെ സമ്മാനമായിരിക്കും. ഇപ്പം നിങ്ങൾ ലോട്ടിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന 20,000 ആണെങ്കിൽ അതുകൊണ്ട് വീട്ടിൽ പോവാം. അതല്ല 5,000 ആണെങ്കിൽ അതും കൊണ്ട് വീട്ടിൽ പോവാം. പക്ഷേ മറ്റേ സമ്മാനം ഇപ്പുറത്ത് കിട്ടുന്ന ആൾക്ക് കിട്ടും. മനസ്സിലായോ? പിന്നെ ഇതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടെ ഫെമിക്ക് തിരഞ്ഞെടുക്കാം. ഫെമി അടുത്ത ലെവലിലേക്ക് 6th ലെവലിലേക്ക് പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഗെയിം മത്സരിക്കുകയാണ്. പക്ഷേ ഫെമി തോക്കുകയാണെങ്കിലും മറ്റേയാൾ ജയിക്കാതെ ഇരുന്നാലും ഫെമിയുടെ കയ്യിലിരിക്കും 35,000 രൂപയുടെ സമ്മാനം. അതായത് ആ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിമിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും. ഇത്ര മിനിറ്റിൽ ആ ഗെയിം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ ആ ഗെയിം ആരും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫെമിക്ക് സമ്മാനം കിട്ടും. എന്നാൽ നേരെ മറിച്ച് ആ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് വിജയിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഫെമിയാണ് വിജയിക്കുന്നതെങ്കിൽ ഫെമിക്ക് ഫുൾ സമ്മാനം കിട്ടും. ഇനിയിപ്പോൾ ആനി ജോസഫ് ചേച്ചിയാണ് വിജയിക്കുന്നതെങ്കിൽ ചേച്ചിക്കായിരിക്കും മുഴുവൻ സമ്മാനങ്ങളും. അതായത് 1,05,000 രൂപയുടെ മുഴുവൻ സമ്മാനങ്ങളും ലഭിക്കാൻ പോകുന്നത് ആ ഫിനാലെ ഗെയിമിലായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ പേര് കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി. അപ്പൊ ഫെമിയാണ് തീരുമാനിക്കാൻ പോകുന്നത് ഈ ഗെയിമിലേക്ക് പോകുന്നു അതോ ക്വിറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. ഗെയിമിലോട്ട് പോകുന്നു. ഒരു ഡൗട്ടും ഇല്ല. അതായത് ഇതിന്റെ ഒരു സെറ്റപ്പ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾ നേരെ ഇവിടെ വരുന്നു. ഈ കുടത്തിലേക്ക് ഇതിൽ നിന്നും വെള്ളം കോരി ഒഴിക്കും. നിങ്ങൾക്ക് മാക്സിമം എത്ര വെള്ളം ഒഴിക്കാൻ പറ്റും അത്ര ഒഴിക്കുക. ഈ കുടം നിങ്ങൾ ഇങ്ങനെ തലയിൽ വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങനെയല്ല ബാലൻസ് ചെയ്ത് പോകണം. നമ്മൾ നേരെ അവിടെ നടന്നെത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് കുടം തലേന്ന് എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ നിറയ്ക്കുന്നു. ഇവിടെ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ഒരു നീല വര. അതായത് നിങ്ങൾ 2 മിനിറ്റ് സമയത്തിനകത്ത് ഈ നീല വരയുടെ ലെവലിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ച് നിറച്ചു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഈ മത്സരത്തിലെ വിജയ്. ദ ഫൈനൽ ഗെയിം 6th ലെവൽ ഗെയിം. കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി. ആർക്കാട് ഊട്ടി, ആർക്കാട് ചട്ടി ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം ആരാണ് മത്സരിക്കാൻ പോകുന്നത്? ആദ്യം ചേച്ചി മത്സരിക്കട്ടെ. അവസാനത്തെ റൗണ്ട് തുടങ്ങുന്നു. Your time starts now. പണ്ട് നമ്മൾ വെള്ളം കോരാൻ പോയ ഓർമ്മയൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് കൈവച്ച് പിടിക്കണ്ട, ബാലൻസ് ചെയ്ത് പോയാ മതി. അവിടം വരെ കൊണ്ടുവന്നിട്ട് കളയല്ലേ എന്റെ ചേച്ചി. ഒഴുകെ 50 സെക്കൻഡ് ആയിട്ടുള്ളൂ. പോട്ടെ. അടിപൊളി. ചേച്ചി നീലയുടെ അടുത്ത് എത്താറായി. ഒഴിച്ചോ. 1 മിനിറ്റ് 20 സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. 1 മിനിറ്റ് 20 സെക്കൻഡ് ആയിട്ടുള്ളൂ. സമയമുണ്ട് ചേച്ചി. അങ്ങോട്ട് ഒഴുക്ക്. ദിന്തിമത്തായി ജയിച്ചിരിക്കുകയാണ്. 1 മിനിറ്റ് 45 സെക്കൻഡ്.